Hello, welcome back to my channel. So, ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ബ്യൂട്ടി ഹോൾ ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നൊരു ചെറിയ ബ്യൂട്ടി ഹോളാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ. ഞാൻ അത് കുറച്ച് മുന്നേ പർച്ചേസ് ചെയ്തതാണ്. ഇത് പ്ലമ്മിൻ്റെ ബോഡി ലവിങ് റേഞ്ചിലുള്ള ബോഡി മിസ്റ്റാണ്. നിങ്ങൾ കുറേ പേര് ഈ ബോഡി മിസ്റ്റ് കണ്ടിട്ടുണ്ടാകും, കാരണം കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ബോഡി മിസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നത് വാനില വൈബ്സ് ആണ്. ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സ്മെൽ അധികം യൂസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായി. സോ ഇഷ്ടമായപ്പോൾ ഞാൻ അതിൻ്റെ വലിയ ബോട്ടിൽ മേടിച്ചു. ഇത് 100 ml ഓഫ് പ്രോഡക്റ്റ് ആട്ടോ. ആൻഡ് ഞാൻ ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്നേ പർച്ചേസ് ചെയ്താണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ്. കുറേ പേര് ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് 100 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ ചെറുതും ചെറിയ ബോട്ടിലും പിന്നെ ഇതിൻ്റെ 150 ml ഓഫ് വലിയ ബോട്ടിലും അവൈലബിൾ ആണ്. ആൻഡ് ഞാനിത് പർച്ചേസ് ചെയ്തത് 337 റുപ്പീസിനാണ്. അടുത്തതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ. ഞാൻ 2 വീക്സ് മുന്നേ പർച്ചേസ് ചെയ്തതാണ്. ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഞാനിപ്പം ഈ ഒരു ലിപ്സ്റ്റിക് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ വേറെ മേക്കപ്പ് ലുക്കിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഈ ലിപ്സ്റ്റിക് ഏതാന്ന്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആട്ടോ. ഒരു പിങ്ക് പ്ലസ് ബ്രൗൺ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു ഷെയ്ഡാണെങ്കിൽ എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. എന്തായാലും ഇഷ്ടമാവുന്ന ഒരു ഷെയ്ഡാണ്. ആൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇത് നോട്ട് ടു സെൽഫ് എന്നാട്ടോ ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. വേറെ പല ഷെയ്ഡ്സും അവൈലബിൾ ആണ്. മാറ്റ് ഫിനിഷ് ആട്ടോ. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ്. ഭയങ്കര ഡ്രൈ ഒന്നും ആക്കത്തില്ല കേട്ടോ. ലിപ്സിൽ അത്യാവശ്യം കുറേ നേരം ലാസ്റ്റ് ചെയ്യും. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ. അത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫോമുലയാണ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ MRP വരുന്നത് 425 റുപ്പീസാണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 297 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ആൻഡ് ജെൽ ഐലൈനർ ആണ്. 2-in-1 പ്രോഡക്റ്റ് ആട്ടോ. ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ പർച്ചേസ് ചെയ്ത ബ്ലാക്ക് ആണ്. ഇപ്രാവശ്യം ഞാൻ ബ്രൗൺ ആട്ടോ പർച്ചേസ് ചെയ്തത്. ഇതാണ് പ്രോഡക്റ്റ്. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും വരുന്നുണ്ട്. 2 സൈഡിലും ബ്രഷ് ഉണ്ട്. ലൈനറിനും പിന്നെ ഐബ്രോ പ്രോഡക്റ്റിന് ഞാൻ ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഐലൈനറിനാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷാട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പം മുകളിലാണെങ്കിൽ ഐബ്രോ പ്രോഡക്റ്റ്. ഇവിടെ ഒരു കുഞ്ഞ് മിററുണ്ട്. പിന്നെ താഴെ ഐലൈനർ ജെല്ല്. ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫോമുലയാണ്. നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ മുന്നേ ഇതിൻ്റെ ബ്ലാക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നത്തെ ആമസോൺ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ കുറേ നേരം ഒന്നും ലാസ്റ്റ് ചെയ്യില്ല. ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഐലൈനറിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷാട്ടോ യൂസ് ചെയ്യുന്നത്. ജെൽ ലൈനറിന് വേണ്ടിയിട്ട്. ഇതാണെങ്കിൽ കുറച്ചുകൂടി പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാട്ടോ. വേഗയുടെ ബ്രഷാണിത്. ഇത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2 ആയിരുന്നു. അതായത് 2 എണ്ണം പർച്ചേസ് ചെയ്ത്. മുന്നേ ഞാൻ ഇതിൻ്റെ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒന്ന് മേടിച്ച് വെക്കാനായിരുന്നു ഇത്. സോ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 99 റുപ്പീസാണ്. പിന്നെ ഈ ഒരു ജെൽ ഐലൈനർ ഞാൻ പർച്ചേസ് ചെയ്തത് 300 റുപ്പീസിനാണ്. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ജെൽ ലൈനർ എഴുതാൻ നല്ല എളുപ്പമാണ് കേട്ടോ. വിങ്ങൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അടുത്ത ഒരു റീപർച്ചേസ് ആണ്. ഇത് സ്മഡ്ജിങ് ബ്രഷ് ആട്ടോ, കളർ ബാറിൻ്റെ. ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ഒരെണ്ണം കൂടി പർച്ചേസ് ചെയ്താണ്. സ്മോക്കി ഐ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം ഇത് വെച്ചിട്ട് നമുക്ക് സ്മഡ്ജ് ചെയ്യാം. ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 175 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ലൂമി മാറ്റ് ഫൗണ്ടേഷൻ ആണ്.
സോ ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ്. ഞാൻ മേടിച്ച ഷെയ്ഡ് 220 ആട്ടോ, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഈ ഒരു ലൂമി മാറ്റ് ഫൗണ്ടേഷൻ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫോമിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്യാം. പിന്നെ ഞാൻ മേടിച്ച ഷെയ്ഡ് 220 എനിക്ക് കറക്റ്റായിട്ടുള്ള ഷെയ്ഡാട്ടോ. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഫോമിലാണ്. പിന്നെ ഇതിനാണെങ്കിൽ SPF 16 ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനിത് പർച്ചേസ് ചെയ്തത് 592 റുപ്പീസിനാണ്. ആൻഡ് അതിൻ്റെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ മുന്നേ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട്, ഓണം മേക്കപ്പ് ലുക്ക്. ഞാൻ ഷോർട്സിലാട്ടോ അതിട്ടിട്ടുള്ളത്. അതിൽ ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചായിട്ട് ഇപ്പോൾ ബ്രഷ് വെച്ചിട്ടാട്ടോ ഫൗണ്ടേഷൻ അധികം യൂസ് ചെയ്യുന്നത്. എനിക്ക് ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പണ്ടൊക്കെ മൊത്തം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനും നല്ല എളുപ്പമാണ്. നെക്സ്റ്റ് വരുന്ന ഒരു റീപർച്ചേസ് ആണ്. ഇത് ബ്ലൂ ഹെവൻ്റെ ഡിപ്പ് ആൻഡ് ട്വിസ്റ്റ് നെയിൽ പോളിഷ് റിമൂവർ ആണ്. 2 എണ്ണം ഉണ്ട് കേട്ടോ. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2 ആയിരുന്നു. അതായത് 2 എണ്ണം പർച്ചേസ് ചെയ്ത്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 85 റുപ്പീസാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഞാൻ രണ്ടാമതാട്ടത് പർച്ചേസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ സ്പോഞ്ച് ഉണ്ട്, അതിലാണെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഉള്ള വിരൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെയിൽ പോളിഷ് നന്നായി റിമൂവ് ആവും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻസൈറ്റിൻ്റെ നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് ആണ്. ഒരെണ്ണത്തിൽ 30 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ സ്ട്രോബെറി എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ആപ്പിൾ എന്ന് പറഞ്ഞ വേരിയൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് ആണ്. പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാട്ടോ. ഇതിലെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 49 റുപ്പീസാണ്. ഞാൻ 3 എണ്ണം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 3 ആയിരുന്നു. 3 എണ്ണം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് സിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് ഐ ഷാഡോ ആണ്. ഗ്ലിറ്ററി ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ മേടിച്ച ഷെയ്ഡ് 06 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. വേറെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ആൻഡ് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫോമില കേട്ടോ. നമുക്ക് ലൈറ്റായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്യാം. ഇത് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഇട്ടത്. ഇവിടെ കുറച്ച് ലൈറ്റായിട്ടാണ്. ലൈറ്റായിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 223 റുപ്പീസിനാണ്. സോ ഇതാണ് നമ്മുടെ ആമസോൺ ബ്യൂട്ടി ഹോൾ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.